ചേച്ചി, ഈ ആഴ്ചത്തെ വാരികയുണ്ടോ? ചേച്ചി, ഈ ആഴ്ചത്തെ വാരികയുണ്ടോ? അവിടെ എങ്ങാനും കാണും. അവിടെ എന്ന് പറഞ്ഞ ഒന്ന് എടുത്തു വന്നൂടെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കുട്ടി എന്നോട് പെരുമാറാൻ വരരുത്. മതി കൂട്ടുകെട്ടൊക്കെ. ഭാരതിയും കൃഷ്ണനായരും കൂടെ ടൗണിൽ പോയിരിക്കുക. തിരിച്ചു വരുമ്പോ പപ്പുന്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. അതൊക്കെ അവൻ നല്ല മാർക്ക് വാങ്ങിച്ചു ജയിക്കും, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അവനങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമോ. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാനങ്ങ് എണ്ണുവാ. കുസൃതിയും കുന്നായ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് വീടിനൊരനക്കവാ. അത് ശരിയാ, അവൻ പോയാല് വീട് ഉറങ്ങിയതുപോലെയാ. ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും. ഇന്നലെയും കൂടെ ഉറപ്പുറന്നവൻ ആ കാര്യം പറയുകയായിരുന്നു. ഇന്നേ വരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല. അതോർക്കുമ്പോഴാ എനിക്ക് ആദ്യം. ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കുമോ? ഇവള് തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധൃതി വെക്കുക. എന്നാൽ അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിറക് മുളച്ച് കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിന് പറന്നു പോകും. അതാണ് ലോക നിയമം. 2-3 ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവുമില്ല. എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കുക. അവന് പിന്നെ വിഷമം കാണാതിരിക്കുമോ? ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നത്. അല്ല, കൂട്ടുകാരനെ കാണാൻ പോയിട്ട് അയാളുടെ കാറും തപ്പിക്കൊണ്ടെങ്കിൽ പോന്നു. ഇങ്ങനെ വരുന്നു പോയാൽ കൊള്ളാം. അതെ, ഈ പട്ടാളക്കാരുടെ പരിപാടി ചേട്ടത്തിക്ക് അറിയാൻ വേഞ്ഞ എവിടെ പോയാലും അവിടെ ഉള്ള എന്തെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു പിന്നെ രാത്രി ബസ് യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞ തോമസ് സാർ നിർബന്ധിച്ചു കൊടുത്ത് അയച്ചതാ. ഇന്ന് റിസൾട്ട് അറിഞ്ഞോ? പപ്പു, നീ ജയിക്കുവോ? ജയിക്കണം. ക്ലാസ് കിട്ടുമോ? കിട്ടണം. അല്ല, കിട്ടും. എന്നാലേ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്റെ ഗുരുവായൂരപ്പാ. ഓ, ചേട്ടത്തിയുടെ ഒരു ഓട്ടം കണ്ടോ? ചേട്ടന് കത്തെഴുതാൻ പോവാ. എന്താ ഇത്ര പുണ്യം? അയ്യ, അവന്റെ ഒരു ചിരി. ആമ്പിള്ളേരെ ക്ലാസ് വാങ്ങിച്ച പരീക്ഷയ്ക്ക് പാസ്സായ. നിനക്ക് എത്ര മാർക്ക് കിട്ടടാ? കണക്കിലൊഴിച്ച് ബാക്കി എല്ലാത്തിനും ജയിച്ചല്ലോ. കണക്കിന്റെ കാര്യം കൂടെ ഒന്ന് പറ സാറേ. ഒന്ന് മൊഴിഞ്ഞാട്ടെ. കിട്ടിയേക്കുന്നു ആനോട്ട. ചേച്ചി തനിച്ചു പോണ്ട, കാവിന്റെ അവിടെ എഴുതണ്ടുക്കളുള്ളതാ. നീ രചിച്ച് ഒന്നും കൊണ്ട് വിട്ടേച്ചു. അവനിവിടെ എന്താ പണി? അവൻ കൊണ്ടാക്കട്ടെ. ആരോട് പറഞ്ഞോ അവരങ്ങ് ചെയ്താൽ മതി. നിന്നോടാ ഇപ്പൊ പറഞ്ഞത്? അല്ല, നിന്നോടാ പറഞ്ഞേ. കൊണ്ട് വിട്ടേച്ചു വേടാ. പപ്പു ലൈറ്റ് അടിക്ക്. പപ്പു ലൈറ്റ് അടിക്കാൻ. എനിക്ക് വെളിച്ചം കാണണ്ടേ? നിങ്ങൾ തന്നെ വെച്ചോളൂ. അത് വേണ്ട, എനിക്ക് കൂടി വെളിച്ചം കാണിച്ചു തന്നാ മതി. വേണ്ട, ഞാൻ വെളിച്ചം കാണിച്ചാ അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അതെങ്ങനെയാ? നിങ്ങളത് പിടിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പപ്പു, അതല്ലേ രാവിലെ പറഞ്ഞേ? അല്ല. അതെ,
അല്ല പപ്പു, പപ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു പപ്പു? പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ രാവിലെ പറഞ്ഞതോ? എന്ത്? കൂട്ടുകെട്ടൊക്കെ മതിയെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പു വളരുകയാണ്, വലിയ ആളാകുകയാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിണങ്ങണോ? അങ്ങനെയാണോ? ചേച്ചിക്ക് അറിഞ്ഞൂടാ. എന്നോട് പിണക്കമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല, എനിക്കറിയാം. വേണ്ട പപ്പു, നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. തീർന്നു പിണക്കം. പെണ്ണ് അപ്പുറം, ഞാന് ഇപ്പുറം. ഞങ്ങള് രണ്ടുപേരുടെ ഇടയില് ദാണ്ടെ ഇതുപോലെ ഒരു സ്ക്രീൻ. എനിക്ക് പെണ്ണിന്റെ കാല് മാത്രം കാണാം. പെണ്ണ് കാണാൻ ചെന്ന ഞാന് അങ്ങ് അയ്യേന്നായിപ്പോയി. പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്രപ്രതാപശാലി. പെണ്ണിനെ നേരിട്ട് കാണണമെന്നോട്ടോ അങ്ങനെ പറയാനൊപ്പോ? പെണ്ണിന്റെ ഒരവയവം കാണിച്ചു തരാം അമ്മാവൻ. അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അത്രേ. പെണ്ണിന്റെ അവയവം കാണണം അമ്മാവന്റെ ഒരു ചോദ്യം. ഞാനിങ്ങനെ ആലോചിച്ചു. പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമേന്ദ്രൻ സീതയെ കാണാൻ ചെന്നപ്പോ ദശരഥൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമേന്ദ്രൻ പറഞ്ഞ മറുപടി രാമായണത്തിലുണ്ട്. നിൻ ശരീരം താങ്ങി നിൽക്കും രണ്ടു കാലുകൾ കണ്ടാൽ പോരും, അങ്ങനെ മൗലേ നിന്റെ സൗന്ദര്യം ഞാൻ ഗ്രഹിച്ചിടാം. അത് ഞാൻ പെണ്ണ് കാണാൻ പോയ അന്തക്കാലം. ഇന്നത്തെ അതുപോലും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. രതിയെ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇത് രതിയല്ല കേട്ടോ. അല്ല, ആമ്പിള്ളയുടെയും പെമ്പിള്ളയുടെയും വേഷം കണ്ട അവര് തിരിച്ചറിയാനോ ഒക്കത്തില്ല. ഇവനെ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള പയ്യൻ മാമോനെ. ഇനിയിപ്പം ഇവളെ പെണ്ണ് കാണാൻ വന്നപ്പം ഇവളെ പെറ്റ് കിടക്കുക. മോളെ രതി, ദേ അവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. ഒന്ന് വന്നേ. എടി, എന്നെ കാണാനല്ല, നിന്നെ കാണാനാ. വേഗം വാ.
കൂടെ പറഞ്ഞവൻ അത്ര വലിയ തൃപ്തി പോരാ. നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ ഇഷ്ടമായി. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനവും ഒക്കെ ഇല്ലേ? അതുണ്ട്. ആ എങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, അതങ്ങ് നടത്തിക്കളയാം. അപ്പോ അവര് കാണാമെന്നതിന് എന്നോടാണോ പിണങ്ങുന്നത്? അതിന് ഞാനാണോ ഉത്തരവാദി? അല്ലെങ്കിൽ എങ്ങനെ അയാളുടെ മുന്നിൽ പോയത്? പോയെന്ന് വെച്ച് ഇനിയിപ്പൊ കല്യാണം, അത് കഴിയുമ്പോഴും ചോദിക്കാമല്ലോ ഞാനാണ് ഉത്തരവാദി എന്ന്. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടമായോ? ആയിക്കാണും. നിങ്ങൾക്കാരെ ഇഷ്ടമായോ? ആരെ? ആ ആളിനെ. പിന്നെന്തിനാ ആ ആളിനെ കല്യാണം കഴിക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറയൂ, ഇല്ലേ? അയ്യോ, എടി, ഇനി നീ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തി അറിഞ്ഞോളെ പോകാനല്ലേ പറഞ്ഞത്? എന്താ ചേച്ചി, എന്താ ഇത്? മോനോട് ചോദിക്ക്. എന്താടാ എടാ, എന്താന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിങ്ങളുടെ മോനെ ഇനി അങ്ങോട്ടെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നീ ഒന്ന് ഒച്ച വയ്ക്കാതെ നാരായണി, നാട്ടുകാരറിഞ്ഞാൽ നിന്റെ മോക്കേന്റെ ദൂഷ്യം.